ആൻഡ് എറർ കറക്ഷൻ. സിൻഡ്രോമും എറർ കറക്ഷനെയും കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ട്രാൻസ്മിറ്റർ സൈഡിനെ കുറിച്ചായിരുന്നു. റിസീവർ സൈഡിലോട്ട് വരുന്നു. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. അപ്പൊ ആദ്യം അതിന്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഇതില് ആദ്യം വേറെ കാര്യമൊന്നും പറയുന്നില്ല. സി എന്ന് പറഞ്ഞാൽ ഒരു കോഡ് വേർഡ് ആണ്. ലെങ്ത് CN ആണ്, ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. റിസീവ് ചെയ്തത്, ട്രാൻസ്മിറ്റ് ചെയ്തു, നമ്മളൊരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തത് സി എന്നുള്ള കോഡ് വേർഡ് ആയിരുന്നു. കോഡ് വേർഡ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കോഡ് വേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇനിഷ്യൽ പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടിന് മെസ്സേജും, ഒന്നുകിൽ ഫ്രണ്ടിൽ മെസ്സേജ് ബാക്കിൽ റിഡൻഡന്റ്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ റിഡൻഡന്റ് ബാക്കിൽ മെസ്സേജ്. ആ രീതിയിലായിരിക്കും കോഡ് വേർഡ് കോഡ് വേർഡ് എന്ന് പറയുന്ന സാധനം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എറർ ഡിറ്റക്ഷൻ ആയിട്ട് കറക്ഷന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത് അയച്ചു കഴിഞ്ഞു. റിസീവറിൽ റിസീവ് ചെയ്തു. റിസീവ് ചെയ്ത സിഗ്നൽ ആറാണ്. റിസീവറിൽ 6 എന്ന് പറഞ്ഞുള്ള സിഗ്നൽ റിസീവ് ചെയ്തു. സ്വാഭാവികമായിട്ടും കോഡ് വേർഡ് N ബിറ്റ് ആണെങ്കിൽ റിസീവ് ചെയ്യുന്ന റിസീവ്ഡ് വേണമെങ്കിൽ നമുക്ക് പറയാം, റിസീവ്ഡ് വേർഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. റിസീവ്ഡ് വെക്ടർ എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ N ബിറ്റ് അല്ലെ. N ബിറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ N ബിറ്റ് തിരിച്ചു കിട്ടും. ഇനി ട്രാൻസ്മിറ്റ് ചെയ്തതും റിസീവ് ചെയ്തതും സെയിം ആവാം. എറർ നോയ്സ് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ അത് നമുക്ക് അറിഞ്ഞൂടാ. എറർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് റിസീവറിന് അറിഞ്ഞൂടാ. റിസീവറിന് സാധനം കിട്ടി, ആ കിട്ടിയ സാധനത്തിൽ നിന്ന് എറർ ഉണ്ടോ ഇല്ലയെന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. ഓക്കെ, അപ്പോ എറർ ഉണ്ടോ ഇല്ലയെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. അപ്പൊ ആദ്യം അതിന്റെ പ്രൊസീജിയർ പറയാണ്. കണ്ടുപിടിക്കുന്ന വേറെ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതിലോട്ട് പോവാം. അപ്പൊ ആദ്യം നമുക്കൊരു വേർഡ് കിട്ടി, നമ്മളൊരെണ്ണം ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പൊ അത് ഞാൻ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഓക്കെ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് ഒരു 3 ബിറ്റ് പറയാം അല്ലെ. ആദ്യം ബിറ്റ് ഐഡിയ 4 ബിറ്റ് പറയാം. 1001 ആണ് ട്രാൻസ്മിറ്റ് ചെയ്ത കോഡ് വേർഡ്. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്ത കോഡ് വേർഡ് 1001 ആണ്. നമുക്ക് റിസീവ് ചെയ്ത സാധനം 1011 ആണെന്ന് വെക്കുക. അസ്യൂം ചെയ്തു ഒരു ബിറ്റിൽ എറർ സംഭവിച്ചു. ഇതാണ് നമ്മളെ റിസീവ് ചെയ്ത സാധനം ആണല്ലോ. അപ്പൊ നമുക്ക് 2 കണ്ടീഷൻ പറയാം. അപ്പൊ ആദ്യം റിസീവ് ചെയ്ത ഇതാണ്. രണ്ടാമത് നമുക്ക് ഒരേ സാധനത്തിന് 2 കണ്ടീഷൻ, ഒന്ന് എറർ ഉള്ള കണ്ടീഷനും ഒന്ന് എറർ ഇല്ലാത്ത കണ്ടീഷനും വെച്ച് പറയാം. ഓക്കെ, R2 എന്ന് വെച്ചാൽ എറർ ഒന്നും ഇല്ലാതെ റിസീവ് ചെയ്തു. R1 എന്ന് വെച്ചാൽ എറർ വന്നിട്ട് റിസീവ് ചെയ്തു. അപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാധനം C ആണ്. അപ്പൊ നമുക്ക് R2 കിട്ടിയ കേസ് നോക്കാം. R2 കിട്ടുമ്പോൾ നമ്മൾ ഇത് തമ്മിൽ എക്സോർ ചെയ്യുന്നു. വണ്ണും എക്സോർ അഡീഷൻ ആണ്, മറക്കരുത്. ഇവിടത്തെ അഡീഷൻ, ഇവിടെ ഏത് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ആൻ എക്സോർ അഡീഷൻ, അല്ലെങ്കിൽ മോഡുലോ 2 അഡീഷൻ ആണ്. 1001 1001 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 1 0 0 0 0. ഇതെന്താണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എറർ ഇക്വൽ ടു C plus R അല്ലെങ്കിൽ എറർ ഇക്വൽ ടു R plus C. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ലോജിക്ക് വെച്ച് പറയുമ്പോൾ എറർ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരെണ്ണം അയച്ചു കിട്ടി, രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എറർ എന്ന് പറയുന്നത് അല്ലെ. റിസീവ് ചെയ്ത സാധനം 6, കിട്ടിയ സാധനം റിസീവ് ചെയ്ത സാധനം 6, ട്രാൻസ്മിറ്റ് ചെയ്ത സാധനം C. രണ്ടിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എറർ കിട്ടും. സാധാരണ ലോജിക്ക് വെച്ച് അത് തന്നെയാണ്. മോഡുലോ 2 ആഡറിന്റെ കേസില് സബ്ട്രാക്ട് ചെയ്താലും ആഡ് ചെയ്താലും നമുക്ക് ഒരേ സാധനം തന്നെ കിട്ടും. കാരണം മോഡുലോ 2 അഡീഷൻ ആണ്. കാരണം അത് എക്സാമ്പിൾ നോക്കിയാൽ മതി. 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, 1 + 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിന്റെ കേസിലാണ് മോഡുലോ 2 അഡീഷൻ ആണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എറർ വെക്ടർ ഇക്വൽ ടു R - C. സാധാരണ നമുക്ക് എറർ എന്ന് വെച്ചാൽ കിട്ടിയത് മൈനസ് അയച്ചത് അല്ലെ. രണ്ടിന്റെ ഡിഫറൻസ് ആണ്. ഒരെണ്ണം അയച്ചു കഴിഞ്ഞു, അപ്പൊ നമ്മളെ കയ്യിൽ ഒരു സാധനം കിട്ടി. നമ്മളെ കിട്ടിയത് എന്ത്, അയച്ചത് എന്ത്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ദാറ്റ് വിൽ ബി അവർ എറർ. സാധാരണ ലോജിക്ക് വെച്ച് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ മോഡുലോ 2 ആഡറിന്റെ കേസിൽ രണ്ടും അഡീഷൻ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് സെയിം ആസ് സബ്ട്രാക്ഷൻ. സോ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? E = R, റിസീവ്ഡ് സാധനം പ്ലസ് C, ട്രാൻസ്മിറ്റ് ചെയ്ത സാധനം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എറർ ആയിരിക്കും
ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എറർ വന്ന ഒരു സാധനം നോക്കാം. ഇപ്പൊ 1001 ട്രാൻസ്മിറ്റ് ചെയ്തു, 1001 ട്രാൻസ്മിറ്റ് ചെയ്തു. റിസീവ് ചെയ്തത് തെറ്റായ R1 ആണെന്ന് വിളിക്കുക. 1011 ആണ് നമ്മൾ കിട്ടിയത്. അപ്പൊ ഇവിടത്തെ എറർ എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ആഡ് ചെയ്യുക. രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 1 0 0 ഒരു എറർ ഉണ്ട്. ഏത് ബിറ്റിലായിരുന്നെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതാണ് തേർഡ് ബിറ്റിലാണ് എറർ. അപ്പൊ ഇതാണ് സാധാരണ ലോജിക്. സാധാരണ ലോജിക് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ അപ്പോ ഈ ഒന്നുകൂടെ പറയാം, സാധാരണ ലോജിക് ഇതാണ്. ഈ എറർ വെക്റ്റർ എന്ന് പറയുന്നത് ആണ്. ക്യാപിറ്റൽ ഇ കൊണ്ടാണ് എറർ വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന. അതിന്റെ ബിറ്റ് എത്രയെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും റിസീവ് ചെയ്തതിന്റെ ബിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തതിന്റെ ബിറ്റായ n തന്നെ ആയിരിക്കും അതിന്റെ ബിറ്റ്. കാരണം എന്താണ്, 4 ബിറ്റ് അയച്ചല്ലോ. 4 ബിറ്റ് അയച്ചപ്പോൾ എറർ ആണ് ഈ കിട്ടിയത്. ഇതാണ് നമ്മളെ എറർ എന്ന് പറയുന്ന സാധനമാണ് കൈ കിട്ടിയത്. എത്ര ബിറ്റാണെന്ന് വെച്ചാൽ 4 ബിറ്റ് അയച്ചു, 4 ബിറ്റ് റിസീവ് ചെയ്തു. എങ്കിൽ എറർ ബിറ്റ് എത്രയാ? 1 2 3 4. എറർ ബിറ്റ് 4 ബിറ്റാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അല്ലെ. 10 ബിറ്റ് സാധനം അയച്ചാൽ എറർ ബിറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ, അല്ലെങ്കിൽ എറർ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബിറ്റിൽ എറർ സംഭവിച്ചു എന്നുള്ളത് അറിയുന്ന ഒരു സാധനമാണ്. എറർ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ബിറ്റിൽ എറർ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധനമാണ് എറർ എന്ന് പറയുന്നത്. എറർ വെക്ടർ 0 എന്ന് വെച്ചാൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എറർ വെക്ടറിൽ 0 0 1 0 ആണെങ്കിൽ മൂന്നാമത്തെ ബിറ്റിൽ എറർ സംഭവിച്ചു, വേറെ ഒന്നിൽ എറർ സംഭവിച്ചിട്ടില്ല. ഇനി എറർ ബിറ്റ് 1 0 0 1 ആണെങ്കിൽ എറർ വെക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. എറർ വെക്ടർ 1 0 0 1 ആണെങ്കിൽ നമുക്ക് അത് കാണപ്പെടുക അറിയാം. ഫസ്റ്റ് ബിറ്റിൽ എറർ സംഭവിച്ചു, തേർഡ് ബിറ്റിൽ എറർ സംഭവിച്ചു, ബാക്കി 2 ബിറ്റിൽ എറർ സംഭവിച്ചില്ല. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് എറർ വെക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. എറർ വെക്ടറിന്റെ കേസ് ആലോചിക്കുക. എറർ വെക്ടറിന്റെ ബിറ്റ് എത്രയാന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, അയക്കുന്നത് റിസീവ് ചെയ്യുന്നത് എത്രയാണ് അതേ ലെങ്ത് തന്നെയായിരിക്കും എറർ വെക്ടറിന്. കാരണം ഈ അയച്ചതിന്റെയും റിസീവ് ചെയ്തതിന്റെയും തമ്മിൽ എന്ത് വ്യത്യാസം, ഏത് ബിറ്റിലാണ് തെറ്റ് വന്നു എന്ന് കാണിക്കുന്നതാണ് എറർ വെക്ടർ. ഏത് ബിറ്റിൽ എറർ വന്നു എന്ന് കാണിക്കണമെങ്കിൽ എല്ലാ ബിറ്റും ഇവിടെ ഉണ്ടാവണം. ആദ്യത്തെ ബിറ്റിൽ എറർ ഉണ്ടോ, രണ്ടാമത്തെ ബിറ്റിൽ എറർ ഉണ്ടോ, അവസാനത്തെ ബിറ്റിൽ എറർ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് എറർ വെക്ടർ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാം. സോ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, എറർ കണ്ടുപിടിക്കാൻ സാധാരണ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. പക്ഷേ മോഡുലോ 2 അഡീഷൻ അല്ലെങ്കിൽ എക്സോർ അഡീഷൻ ആയതുകൊണ്ട് അഡീഷൻ മതി. കാര്യം രണ്ടും ഇൻഎഫക്റ്റ് ഒരേ ഫംഗ്ഷൻ ആണ് തരുന്നത്. ആർ എക്സോർ സി, ആർ പ്ലസ് സി ചെയ്താലും, ആർ മൈനസ് സി ആണ് നമ്മുടെ കൺസെപ്റ്റിൽ, ആർ പ്ലസ് സി ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, എറർ വെക്ടർ കിട്ടും. അപ്പൊ എറർ വെക്ടറിന്റെ ബിറ്റിന്റെ എണ്ണവും നമ്മൾ പറഞ്ഞു. ഇനി എറർ വെക്ടർ 0 ആണെങ്കിൽ there is no error and transmitted signal is same as received signal. ഇനി എറർ ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ട്രാൻസ്മിറ്റ് ചെയ്തതും റിസീവ് ചെയ്തതും രണ്ടും 2 ആണ്. അപ്പൊ മൂന്നാമത്തെ ബിറ്റിലാണ് 1 വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ട്രാൻസ്മിറ്റ് ചെയ്ത മൂന്നാമത്തെ ബിറ്റ് അല്ല റിസീവ് ചെയ്ത മൂന്നാമത്തെ ബിറ്റ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ശരി. അപ്പൊ നമ്മൾ വിചാരിക്കും എറർ റിസീവ് ചെയ്ത സാധനം റിസീവ് ചെയ്തതും ട്രാൻസ്മിറ്റ് ചെയ്ത സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എറർ കണ്ടുപിടിക്കാം. പക്ഷേ നടക്കത്തില്ല. തിയററ്റിക്കലി അത് പറയാമോ? കാരണം എന്താ, ഇതിന്റെ അർത്ഥം എന്താ, റിസീവ് ചെയ്ത സാധനം ഉണ്ട്, അതിലൊരു സംശയമില്ല. ട്രാൻസ്മിറ്റ് ചെയ്ത സാധനം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എറർ വരുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്ത സാധനം എവിടെ, ട്രാൻസ്മിറ്റ് ചെയ്ത സാധനമാണ് തെറ്റായിട്ട് നമുക്ക് റിസീവ് ചെയ്തത്, അല്ലെങ്കിൽ ശരിയായിട്ടാണോ റിസീവ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് തിയററ്റിക്കലി പറയാം, പക്ഷെ എറർ പ്രാക്ടിക്കലി കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് വെച്ചാൽ എന്താണ്, എന്തോ ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ റിസീവർ അവിടെ ഉണ്ട്, ആറുണ്ട്, പക്ഷെ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാമോ, അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെട്ട് എററൊന്നും കണ്ടുപിടിക്കില്ല, ആ കിട്ടിയ സാധനത്തിന്റെ അടുത്തങ്ങ് വെച്ചാൽ പോലെ. ക്ലിയർ ആയോ? അപ്പൊ ഈ ഇക്വേഷൻ ജസ്റ്റ് ഐഡിയയാണ്, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ലോജിക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? ശരി. അപ്പോ ഇവിടെ ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. സിൻഡ്രോം കാൽക്കുലേറ്റ്. സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ബിറ്റ് ഉണ്ട്. ഈ സിൻഡ്രോമിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക് എറർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാവുന്നത്. സിൻഡ്രോം എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ് സിൻഡ്രോം ആൻഡ് എറർ കറക്ഷൻ. ഹെഡിങ് തന്നെ നോക്കുക, സിൻഡ്രോം ആൻഡ് എറർ കറക്ഷൻ. അപ്പൊ ആ സിൻഡ്രോം എന്നുള്ള ഒരു വെക്ടർ, സിൻഡ്രോം എന്നുള്ള ഒരു വെക്ടറിന്റെ ഹെൽപ്പോട് കൂടിയാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്, എറർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഏത് ബിറ്റിനാണ് എറർ എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആകുമ്പോൾ ക്ലിയർ ആവും. സിൻഡ്രോമിന്റെ ഇക്വേഷൻ ഓർക്കുക. സിൻഡ്രോം ഇസ് ഈക്വൽ ടു ആർ എച്ച് ട്രാൻസ്പോസ്. സിൻഡ്രോം ഇസ് ഈക്വൽ ടു ആർ എച്ച് ട്രാൻസ്പോസ്. എന്താണ് ഈ സിൻഡ്രോമിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരു പ്രോപ്പർട്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരു പ്രോപ്പർട്ടി അറിയാം, സി എച്ച് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0. നമ്മുടെ ട്രാൻസ്മിറ്ററിൽ പറഞ്ഞ സാധനമാണ് സി എച്ച് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ അയക്കുന്ന കോഡ് വേർഡും എച്ച് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും. അയക്കുന്ന കോഡ് വേർഡും എച്ച് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും. ഇറ്റ് ഈസ് എ ഷുവർ കേസ്. ഷുവർ കേസ് ആണ്. ഏത് കോഡ് വേർഡും എച്ച് ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും. ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിസീവറില് സി അല്ലല്ലോ, പകരം എന്താണ്, ആർ ആണ് അവിടെ ഉള്ളത്. റിസീവറിൽ കോഡ് വേർഡ് സി അയച്ചു, നമുക്ക് റിസീവറിൽ കിട്ടുന്ന സാധനം എന്താണ്, ആർ ആണ്. അപ്പൊ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള സി എച്ച് ട്രാൻസ്പോസ് ഇസിക്കൽ ടു 0 എന്നുള്ള കണ്ടീഷൻ അല്ലേ, അതേ കണ്ടീഷനിലെ സി എച്ച് ട്രാൻസ്പോസിന് ഇപ്പൊ റിസീവറിൽ സിക്ക് വരെ ഏതാണുള്ളത്, 6. അപ്പൊ റിസീവറിലെ ആ 6 എച്ച് ട്രാൻസ്പോസ് ആണ് നമ്മൾ എടുക്കുന്നത്. 6 എച്ച് ട്രാൻസ്പോസ് ആണ് എടുക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, സിൻഡ്രോം എന്ന് വെച്ചാൽ എന്താണ്, 6 എച്ച് ട്രാൻസ്പോസ് ആണ്. കാര്യം റിസീവറിൽ 6 മാത്രമേ ഉള്ളൂ. ഈ 6 എച്ച് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സിൻഡ്രോമിന്റെ വാല്യൂ, സിൻഡ്രോം ഇസ് ഈക്വൽ ടു 6 എച്ച് ട്രാൻസ്പോസ്, അതിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, there is no error. There is no error. സിൻഡ്രോം വെച്ചിട്ട് എറർ ഡിറ്റക്ട് ചെയ്തു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എറർ ഡിറ്റക്ട് ചെയ്യണത് എന്താണ്, സിൻഡ്രോമില് 6 എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. 6 എച്ച് ട്രാൻസ്പോസ് 0 ആണ് വരുന്നതെങ്കിൽ there is no error. എന്തുകൊണ്ടാണ്, കാരണം സി എച്ച് ട്രാൻസ്പോസ് 0 ആണ്. സി എച്ച് ട്രാൻസ്പോസ് 0 ആണ്. ഇനി 6 എച്ച് ട്രാൻസ്പോസും 0 ആണെങ്കിൽ അവിടെ എന്താണ്, അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, സി ഇസിക്കൽ ടു ആർ. അതായത് അയച്ച കോഡ് വേർഡും റിസീവ്ഡ് കോഡ് വേർഡും സെയിം ആണെങ്കിൽ മാത്രമേ ഈ 6 എച്ച് ട്രാൻസ്പോസ് 0 ആവും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, സി എച്ച് ട്രാൻസ്പോസ് ഇസിക്കൽ ടു 0. സി എച്ച് ട്രാൻസ്പോസ് ഇസിക്കൽ ടു 0 എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഒരു കോഡ് വേർഡും എച്ച് ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും ആണല്ലോ. റിസീവറിൽ എച്ച് മെട്രിക്സ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പണ്ടേ പറഞ്ഞത് ട്രാൻസ്മിറ്ററും റിസീവറും ഒരെണ്ണത്തിന്റെ ട്രാൻസ്മിറ്റർ തന്നെയാണ്, അതിന്റെ തന്നെയാണ് റിസീവറും ഉള്ളത്. അപ്പൊ ഈ എച്ച് ട്രാൻസ്പോസ് ഒക്കെ ഓൾറെഡി ട്രാൻസ്മിറ്ററിനും കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിസീവറിനും കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ വ്യത്യാസം ഈ വരുന്ന ബിറ്റ് സി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, വരുന്ന 6, അതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എച്ച് ട്രാൻസ്പോസ് ഒക്കെ ഓൾറെഡി ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഓൾറെഡി അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ഒരു കാര്യം ഓർക്കുക, സി എച്ച് ട്രാൻസ്പോസ് 0 ആണ് ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതാണ്, അതേ ലോജിക് ഉപയോഗിച്ചിട്ടാണ്. സിക്ക് വരാൻ റിസീവറിൽ ഏതാണ് സിയുടെ സ്ഥാനത്ത് വരുന്നത്, 6 ആണ്. അപ്പൊ 6 എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നതാണ് സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ബിറ്റ് ആണ്. 6 എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അതിനെ സിൻഡ്രോം എന്ന് പറഞ്ഞാണ് സേവ് ചെയ്യുന്നത്. ആ സിൻഡ്രോമിന്റെ വാല്യൂ 0 ആയാൽ ഒരു കാര്യം ഉറപ്പിക്കാം, 6 എച്ച് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു 0. സിമിലർലി സി എച്ച് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു 0. അതേപോലെ 6 എച്ച് ട്രാൻസ്പോസ് 0 ആയി. രണ്ടും തമ്മിൽ നോക്കി നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ആർ ഇസ് ഈക്വൽ ടു സി. ആർ ഇസ് ഈക്വൽ ടു സിയുടെ അർത്ഥം എന്താണ്, there is no error. there is no error. എറർ ഇല്ല. അപ്പൊ എറർ ഇല്ലാത്ത കണ്ടീഷൻ എന്താണ്, സിൻഡ്രോം ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സിൻഡ്രോം 0 ആണെങ്കിൽ എറർ ഇല്ല. ശരി, അപ്പൊ എസ് എസ് സിക്കൽ ആർ എച്ച് ട്രാൻസ്പോസ് ഫസ്റ്റ് കണ്ടീഷൻ നമുക്കായി. സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ there is no error and transmitted signal is same as received signal. ഓക്കെ, പക്ഷെ നമുക്ക് ഇതുവരെ എറർ വെക്ടർ കിട്ടിയില്ല. സിൻഡ്രോം എന്നുള്ളൊരു സംഭവം കിട്ടി. സിൻഡ്രോമിന്റെ സൈസ് എത്ര ആയിരിക്കും എന്നുള്ളതിന് നമുക്ക് എത്രയാണ് സിൻഡ്രോമിന്റെ ലെങ്ത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ബാക്കി 2 കേസ് നമുക്കറിയാം. ആലോചിക്കുക, 6. ഇവിടുത്തെ 6 എന്താണ്, പിന്നെ എല്ലാം അറേസ് ചെയ്യാലോ. ഇപ്പൊ ഇവിടത്തെ 6ന്റെ ലെങ്ത് എന്താണ് നമുക്കറിയാം. 6 എന്ന് വെച്ചാൽ വെക്ടറാണ്
അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് തന്നെയാണ് റിസീവ് ചെയ്യുന്നത്, പക്ഷേ എറർ ഉണ്ടാവാം. ലെങ്ത് സെയിം ആണ്. അതായത് 1/n ആണല്ലോ ആർ എന്ന് പറയുന്നത്. ആർ എന്ന് വെച്ചാൽ 1/n എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, ഒരു കോഡ് വേർഡ് അല്ലെ, കോഡ് വേർഡ് ആണല്ലോ റിസീവ് ചെയ്യുന്ന. ഒരു കോഡ് വേർഡ് എന്ന് വെച്ചാൽ ഒറ്റ സാധനം ഒരു റോയെ ഉണ്ടാവും. അപ്പൊ 10 ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോഡ് വേർഡ് എഴുതി, ഇത് എത്ര റോ എന്ന് വെച്ചാൽ ഒരു റോ, എത്ര കോളം എന്ന് വെച്ചാൽ 1 2 3 4. അപ്പൊ ആ രീതിയിൽ കോഡ് വേർഡിന്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം. കോഡ് വേർഡ് ഈസ് ദി കോഡ് വേർഡ് is equal to C1 C2 etc up to Cn ആണ്. റിസീവ്ഡ് സിഗ്നലും R1 R2 etc up to Rn ആണ്. അപ്പൊ ആറിന്റെ സൈസ് എത്രയെന്ന് വെച്ചാൽ എന്തറിയാം, ഒരു റോയും R1 R2 etc up to n കോളം ആണ്. അപ്പൊ റിസീവ്ഡ് സിഗ്നൽ n കോളം. ഇനി നമുക്ക് എച്ചിന്റെ സൈസ് അറിയാലോ. എച്ചിന്റെ സൈസ് HR നിതിൻ അല്ലെങ്കിൽ ഹരിനാരായൺ എന്നുള്ളത് ആലോചിക്കാൻ പറഞ്ഞു. HR നിതിൻ അല്ലെങ്കിൽ ഹരിനാരായൺ അല്ലെ, HRN ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ H ട്രാൻസ്പോസ് ആകുമ്പോ എന്തായിരിക്കും സൈസ്? H ട്രാൻസ്പോസ് ആകുമ്പോ നേരെ തിരി റോയും കോളം എന്നായിരുന്നു. H ട്രാൻസ്പോസിന്റെ റോ എത്രയാവും? ഹലോ, ഓക്കെ. H ട്രാൻസ്പോസിന്റെ റോ എത്രയാവും? n ആവും. കോളം എത്രയാവും? R ആവും. അപ്പൊ നമുക്കറിയാം 1/n ഉം n/r അല്ലെ, 1/n ഉം n/r കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഫക്റ്റീവ് എങ്ങനെ കിട്ടുമെന്നുള്ളതൊക്കെ മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഈ കോമൺ ആയിട്ടുള്ള n പോകും. റിസൾട്ടന്റ് വിൽ ബി എത്രയായിരിക്കും? റിസൾട്ടന്റ് വിൽ ബി ഈക്വൽ ടു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് വെക്ടർ ഇവിടെ സിൻഡ്രോം ആണ്, വിൽ ബി 1/r. 1/r ആയിരിക്കും റിസൾട്ടന്റ് കിട്ടുന്നത് അല്ലെ, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളത്. 1/n ഉം n/r കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോമൺ ആയിട്ടുള്ള സാധനം എടുത്ത് കളയും. നമ്മൾ മാത്സിൽ എളുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. n പോയിട്ട് 1/r ആയിരിക്കും റിസൾട്ടന്റ് വെക്ടർ. വേറെ രീതി പറഞ്ഞാൽ 1/n - k. അതാണ് ഇതായി എഴുതിയത്. അപ്പൊ സിൻഡ്രോം വിൽ ബി 1/n - k ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ശരി. അപ്പൊ അടുത്തത്, ഇപ്പൊ നമ്മൾ ഇതുവരെ എറർ കണ്ടുപിടിച്ചിട്ടില്ല. എററാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം എറർ വെക്ടർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു സിൻഡ്രോം ബിറ്റ് കണ്ടുപിടിച്ചു. ഇനി ആ സിൻഡ്രോം, ഇപ്പൊ നമുക്ക് H ട്രാൻസ്പോസ് അറിയാം, ആറും അറിയാം. RH ട്രാൻസ്പോസ് ഉപയോഗിച്ച് സിൻഡ്രോം കണ്ടുപിടിച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് സിൻഡ്രോം അറിയാമേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് E കണ്ടുപിടിക്കാൻ വല്ല വഴി ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മള് ഓൾറെഡി എഴുതിയതാണ് R = C/E. C+E ആണ്. ഓക്കെ, അത് ചെയ്യാം. നേരത്തെ E = R + C എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് R = E നമുക്ക് മൈനസ് തോന്നും, പക്ഷെ മോഡിലോ ടു അഡീഷന്റെ കേസിൽ മൈനസ് സബ്ട്രാക്ഷൻ ഒരേ എഫക്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ. E + C ആയിരിക്കും. R = E + C ആയിരിക്കും. റിസീവ്ഡ് സിഗ്നൽ R = എറർ പ്ലസ് ട്രാൻസ്മിറ്റഡ് ആയിരിക്കും. റിസീവ്ഡ് സിഗ്നൽ R = C + C. അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറയാം. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് എക്സാം എഴുതുക. 100 010 കൂടെ നോക്കുക. ഇത് ആറും സി ആണെന്ന് നോക്കിയാൽ ഓക്കെ, ആറും സി ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്ത് എറർ കിട്ടും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ 1 1 0 ഇതാണ് നമ്മൾ എറർ ആണല്ലോ. ഇനി ഈ എററും സിയും കൂടെ ആഡ് ചെയ്ത് 6 കിട്ടുമോ നോക്കിയാൽ മതി. 0 1 0യും 1 1 0 കൂടെ ആഡ് ചെയ്ത് 6 കിട്ടുമോ നോക്കാം. 0 0 0 1 1 0 0 0 0 1 1 0 ഒരു മിനിറ്റ് 0 0 0 1 1 0 0 1 1 അതല്ലേ നമ്മൾ 6 എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് സിമ്പിൾ അങ്ങനെയാണ്. മോഡിലോട്ട് പോലെ എന്ന് വെച്ചാൽ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം ഒരേ എഫക്ട് തന്നെ ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് തോന്നും എന്താണ് E = R + C. അപ്പൊ R എന്ന് വെച്ചാൽ E - C അല്ലേ വരേണ്ടതെന്ന്. പക്ഷെ മോഡിലോട്ട് അഡീഷന്റെ കേസിൽ സബ്ട്രാക്ഷൻ ആയാലും അഡീഷൻ ആയാലും സെയിം എഫക്ട്. നിങ്ങൾ ഏത് എക്സാമ്പിൾ നോക്കിയാൽ അറിയാം. ആറും സിയും കൂടെ ആഡ് ചെയ്താൽ E കിട്ടുമെങ്കിൽ സിയും ഇയും ആഡ് ചെയ്ത് ആറും കിട്ടും. ഇയും സിയും അല്ലെ സിയും ഇയും ആഡ് ചെയ്ത് 6 കിട്ടും. 6 സി ആഡ് ചെയ്ത E കിട്ടും. അങ്ങനെ എല്ലാം തമ്മിൽ അഡീഷൻ അനുസരിച്ച് കിട്ടും. 2 ആഡ് ചെയ്താൽ മൂന്നാമത് കിട്ടുമെങ്കിൽ അടുത്ത 2 ആഡ് ചെയ്താൽ ആദ്യത്തെ കിട്ടും. 2 3 ആഡ് ചെയ്താൽ ഫസ്റ്റ് കിട്ടും. ഫസ്റ്റും തേർഡ് ആഡ് ചെയ്താൽ സെക്കൻഡ് കിട്ടും. ആ രീതിയിൽ പോകും. ഓക്കെ,
അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ആർ ഇസിക്കൽ ടു സി പ്ലസ് സി എന്ന് എഴുതാം, സംശയമില്ല. ഇനി എസ് ഇസിക്കൽ ടു എന്താണ്? എസ് ഇസിക്കൽ ടു ആർ എച്ച് ട്രാൻസ്പോസ് ആണല്ലോ. എസ് ഇസിക്കൽ ടു ആർ എച്ച് ട്രാൻസ്പോസ് ആണ്. എസ് ഇസിക്കൽ ടു ആർ എച്ച് ട്രാൻസ്പോസ്. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് സി പ്ലസ് സി കൊടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സി എച്ച് ട്രാൻസ്പോസ് പ്ലസ് ഇ എച്ച് ട്രാൻസ്പോസ്. സി എച്ച് ട്രാൻസ്പോസ് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് 0. 0 പ്ലസ് ഇ എച്ച് ട്രാൻസ്പോസ്, എസ് ഇസിക്കൽ ടു ഇ എച്ച് ട്രാൻസ്പോസ്. അപ്പൊ നോക്കിയേ, സിൻഡ്രോം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഏത് വെച്ചിട്ടാണ്? ആർ എച്ച് ട്രാൻസ്പോസ് വെച്ചിട്ട് സിൻഡ്രോം ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. എച്ച് ട്രാൻസ്പോസ് ഓൾറെഡി റിസീവറിന് അറിയാം, അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? എറർ സിഗ്നൽ കണ്ടുപിടിച്ചൂടെ? സോ by this method we can calculate the error of a receiver, error of a received code word. Received code word ന്റെ എറർ നമുക്ക് ഈ ഒരു രീതിയിൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? സിൻഡ്രോം ആൻഡ് എറർ കറക്ഷൻ ഇങ്ങനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ജസ്റ്റ് ഒരു 3 minutes. ഓക്കെ, അപ്പൊ പ്രീവിയസ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തത് ഇതൊക്കെ ജസ്റ്റ് ഇത് കണക്ഷൻ വെച്ചിട്ട് ഒരു ഫൈനൽ പ്രോബ്ലം ഇല്ല. ഈ എക്സാമ്പിൾ പാരിറ്റി തന്നിട്ടുണ്ട്, എല്ലാ കോഡ് വേർഡും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ എൻകോഡ് ആ സെയിം എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യണം. ഈ സെയിം എക്സാമ്പിൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് റിസീവ് ചെയ്ത് അതായത് ഈ ഒരു മെസ്സേജിൽ പാരിറ്റി. അപ്പൊ നമുക്ക് പാരിറ്റി തന്നിട്ടുണ്ട്, ഇതേപോലെ എൻകോമ കെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു റിസീവ് ചെയ്ത ഒരു കോഡ് വേർഡ് എക്സാമ്പിൾ ആയിട്ട് ഇതാണ് നമുക്ക് റിസീവ് ചെയ്തത്. അതിൽ എറർ ഉണ്ടോ ഇല്ലെന്ന് അറിയണം. നമുക്കൊരു ഒരു സാധനം തന്നിട്ടുണ്ട്, അതിൽ 6 റിസീവ് ചെയ്തത് ഇതാണ്. ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് ദി സിംഗിൾ എറർ ദാറ്റ് ഒക്കേർഡ് ഡ്യൂ ടു നോയ്സ്. ഇതിൽ നോയ്സ് ഉണ്ടോ, ഇതിൽ എറർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. എറർ ഉണ്ടെങ്കിൽ എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക ആണല്ലോ. അപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, പാരിറ്റി തന്നിട്ടുണ്ട് 101,011. അപ്പൊ ആ പാരിറ്റി തന്നത് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. വേറെ അതിൽ കൂടുതൽ ഡിസ്കഷനിൽ പോകാത്തത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ടാണ്. പാരിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനിൽ പാരിറ്റി തന്നിട്ടുണ്ട് ആണല്ലോ. ഓക്കെ, പാരിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത് നോക്കിയേ, എറർ, സിംഗിൾ എറർ ഉണ്ടാവണം. അപ്പൊ എസ് കണ്ടുപിടിക്കാം. എറർ കണ്ടുപിടിക്കാനുള്ള ആദ്യം എന്താണ്? എസ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ എസ് ഇസിക്കൽ ടു ആർ എച്ച് ട്രാൻസ്പോസ്, എസ് ഇസിക്കൽ ടു ആർ എച്ച് ട്രാൻസ്പോസ്. അപ്പൊ 6 തന്നിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. പാരിറ്റി തന്നാൽ അതിൽ നിന്ന് എങ്ങനെ എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഹരിനാഥാണ്. എച്ച് ഹരിനാഥ് അല്ലെങ്കിൽ എച്ച് ആർ നിതിനാണ്. അപ്പൊ എച്ച് ആർ നിതിനാണ്. എച്ച് ആറിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? പി ട്രാൻസ്പോസും ഐ എൻ മൈനസ് കെ. ഇതാണ് അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇതാണ് നമ്മള് ജനറേറ്റർ മെട്രിക്സും പാരിറ്റി ചെക്ക് മെട്രിക്സും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യുക. പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ അല്ല, അതിന്റെ അകത്ത് പി ട്രാൻസ്പോസും ഉണ്ടാവും, ഐ എൻ മൈനസ് കെയും ഉണ്ടാവും. പി ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ പി ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഇന്റർചേഞ്ചിങ് റോ ആൻഡ് കോളം. ഓക്കെ, ഇന്റർചേഞ്ചിങ് റോ ആൻഡ് കോളം. പാരിറ്റി എത്ര ബിറ്റ് ആണെന്നുള്ളത് പാരിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ബിറ്റിന്റെ ആവശ്യം പോലില്ല. 100011110 ഇന്റർചേഞ്ചിങ് റോ ആൻഡ് കോളം. ഈ 101 എഴുതി 101 ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി. ഇവിടെ എല്ലാം സെയിം ആയിട്ട് വരും. അടുത്ത സെക്കൻഡ് റോ 011 എടുത്ത് 011 ആയിട്ട് തന്നെ എഴുതി, കോളം ആയിട്ട് എഴുതി. 110 ആയ തേർഡ് റോ എടുത്ത് തേർഡ് കോളം ആയിട്ട് എഴുതി. അപ്പൊ പി ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞു. പി ട്രാൻസ്പോസും പിയും ഇവിടെ സെയിം തന്നെ. എങ്കിലും എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ വരണമെന്നില്ല. നെക്സ്റ്റ് ഇതിന്റെ ഫോം എന്താണ്? ഐ എൻ മൈനസ് കെ അല്ലെങ്കിൽ ഐ ആർ. പി ട്രാൻസ്പോസും ഐ ആർ ആണ് എച്ചിലുള്ളതെന്ന് പറയുന്ന പി ട്രാൻസ്പോസും ഐ ആറും ആണ്. ഇവിടെ ആർ എത്രയാണ്? ഇവിടെ 6,3 കോഡാണ് കേട്ടോ. ആ പ്രീവിയസ് എക്സാമ്പിൾ വെച്ച് പറയുന്നത് ഇവിടെ n, k എന്ന് വെച്ചാൽ 6,3 ആണ്. അപ്പൊ ഇവിടെ ആറിന്റെ വാല്യൂ എത്രയാണ്? എന്നിന്റെ വാല്യൂ 6, കെയുടെ വാല്യൂ 3. സോ ആർ ഇസ് ഇക്വൽ ടു n മൈനസ് കെ ഇസ് ഇക്വൽ ടു എത്രയാ? 6 മൈനസ് 3 ഇസ് ഇക്വൽ ടു 3. അപ്പൊ 3 ആണ് ആറിന്റെ വാല്യൂ. അപ്പോ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് 3/3 എങ്ങനെ എഴുതുന്ന? 100,010,001. എച്ച് കിട്ടി. എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എച്ച് ട്രാൻസ്പോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എച്ച് ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഇന്റർചേഞ്ചിങ് റോ ആൻഡ് കോളം.
ഇന്റർചേഞ്ചിങ് റോ ആൻഡ് കോളം എഴുതുക. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം എഴുതുക. അപ്പൊ 1 ഈ ഫസ്റ്റ് റോ ഞാൻ എടുത്തു 1 0 1 1 0 0. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളം ആയിട്ട് എഴുതി, തേർഡ് റോ എടുത്ത് തേർഡ് കോളം ആയിട്ട് എഴുതി. അപ്പൊ H ട്രാൻസ്പോസ് കിട്ടി. നമുക്ക് 6 തായി ഇവിടെ ഉണ്ട്, H ട്രാൻസ്പോസ് ഇപ്പം കിട്ടി. 6 തായി ഇവിടെ ഉണ്ട്, H ട്രാൻസ്പോസ് ഇവിടെ കിട്ടി. സിൻഡ്രോം കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ സിൻഡ്രോം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? S is equal to RH ട്രാൻസ്പോസ്. S is equal to RH ട്രാൻസ്പോസ്. 6 താ തന്നിട്ടുണ്ട്, H ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അപ്പൊ സിൻഡ്രോമിന്റെ ലെങ്ത് നമുക്കറിയാം. സിൻഡ്രോം ഇസ് ഈക്വൽ ടു S1 S2 എക്സെട്ര അപ് ടു SR ആണ്. ഇവിടെ R ന്റെ വാല്യൂ 3 ആണ്. S1 S2 S3. സിൻഡ്രോമിന്റെ ലെങ്ത് ആലോചിക്കുക. R ന്റെ ലെങ്ത് 1/n ഓൾറെഡി ഡിസ്കസ് ചെയ്ത. H ആണെങ്കിൽ HRN. അപ്പൊ H ട്രാൻസ്പോസ് ആണെങ്കിൽ HNR. സോ റിസൾട്ടന്റ് വിൽ ബി 1/R. ഇവിടെ R ന്റെ വാല്യൂ 3 ആണ്. സോ S will be 1 row and 3 column. അപ്പൊ S1 S2 S3 ആയിരിക്കും. ഇതിൽ S1 എങ്ങനെ കിട്ടും? S1 is obtained by multiplying first row with first column. അഡീഷൻ അല്ല, മോഡുലോ ടു അഡീഷൻ ആണ്. അപ്പൊ 1 into 1 മോഡുലോ XOR 0 XOR 0 XOR 0 XOR 0 0. അപ്പൊ 1 എന്ന് കിട്ടും. S1 ന്റെ വാല്യൂ 1 നോക്കുക. S2 ന്റെ വാല്യൂ 1 into 0 0 1 into 1 1 XOR. അപ്പൊ 1 XOR ആയി. 1 XOR S2 ന്റെ വാല്യൂ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് വെച്ചാൽ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 into 0 0 XOR അടുത്ത 1 into 1 1 XOR ഇത് 0 അടുത്തത് 0 അടുത്തത് വീണ്ടും 1 1 അപ്പൊ വീണ്ടും 1 XOR ബാക്കി 0 0 ഒന്നും ഞാൻ എഴുതുന്നില്ല. 1 XOR 1 എന്താണ്? 0. സോ S2 will be 0. സിമിലർലി S3 മൾട്ടിപ്ലൈ ചെയ്യുക. S3 0 ആയിട്ട് കിട്ടും. സിൻഡ്രോം കിട്ടിയല്ലോ. സിൻഡ്രോം കിട്ടിയാൽ എറർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്. സിൻഡ്രോം കിട്ടിയാൽ എറർ കണ്ടുപിടിക്കാൻ ഒരു വളരെ എളുപ്പമുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ H ട്രാൻസ്പോസ് മെട്രിക്സ്. ഇതാണല്ലോ H ട്രാൻസ്പോസ്. RH ട്രാൻസ്പോസിന്റെ H ട്രാൻസ്പോസ് മെട്രിക്സിന്റെ എത്രാമത്തെ റോ, വിച്ച് റോ, ഏതാണ്, ഏത് റോയിലാണ് സിൻഡ്രോം വരുന്നത്, that bit is having the error. അപ്പൊ 1 0 0 ഇതിൽ ഏത് റോയിലാണ് വരുന്നത് നോക്കാം. ഇതാണോ അല്ല, ഇതാണോ അല്ല, ഇതാണോ അല്ല, അപ്പൊ ഇതാണ് വരുന്നത്. സോ ദിസ് ഈസ് ദി സിൻഡ്രോം അല്ലെ. സിൻഡ്രോം H ട്രാൻസ്പോസിൽ എവിടെ വരുന്നു നോക്കി. 1 2 3 4 നാലാമത്തെ റോയിലാണ് വരുന്നത്. അപ്പോഴേ ഉറപ്പിക്കാം ദി എറർ ഈസ് ഇൻ ദി ഫോർത്ത് ബിറ്റ്. അപ്പൊ എറർ മെട്രിക്സ് നമുക്ക് എഴുതാം. എറർ ഈസ് ഇൻ ദി ഫോർത്ത് ബിറ്റ് ആണ്. അപ്പൊ 0 0 3 4 5 6. സോ ദിസ് വിൽ ബി ദി അവർ എറർ വെക്ടർ. എറർ വെക്ടർ എന്ന് വെച്ചാൽ എറർ ഈസ് ഇൻ ദി ഫോർത്ത് ബിറ്റ്. അപ്പൊ എറർ വെക്ടർ എങ്ങനെ കിട്ടും? ഈ രീതിയിൽ കിട്ടും. എറർ വെക്ടർ വിൽ ബി ദിസ് വൺ. അപ്പോ എറർ കിട്ടി. എറർ കിട്ടിയാൽ റിസീവ്ഡ് കോഡ് വേർഡുമായിട്ട് ആഡ് ചെയ്യുക. ഒന്നീ ആഡ് ചെയ്യുക. എന്താണ് നമുക്ക് കിട്ടിയ സാധനം? എന്താണ് റിസീവ് ചെയ്തത്? ഇതാണ്. ഇതിന് ഏത് എറർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നീ കോമൺ സെൻസ് വെച്ച് എഴുതുക. എന്താണ്? ഫോർത്ത് ബിറ്റ് ആണ് എറർ. അപ്പൊ ഫോർത്ത് ബിറ്റ് മാറ്റി എഴുതുക. അപ്പൊ 1 1 0. ഇതാണ് തെറ്റിയ ബിറ്റ് അല്ലെ. തെറ്റുള്ള ബിറ്റ് ഇതാണ്. അപ്പൊ 1 1 0 ഇത് മാറ്റി എഴുതുക. 1 1 0 1 1 0. അതാണ് നമ്മളെ കറക്റ്റ് കോഡ് വേർഡ്. അങ്ങനെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇക്വേഷൻ ആലോചിക്കുക. റിസീവ്ഡ് സിഗ്നൽ ഇതാണ്, എറർ ബിറ്റ് ഇതാണെന്ന് കിട്ടി. ഈ പ്ലസ് അല്ലെ, നമ്മൾ ഇക്വേഷൻ വെച്ച് തന്നെ എഴുതുക. ഇക്വേഷൻ വെച്ച് എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി അവർക്ക് ഇക്വേഷൻ വേണമെങ്കിൽ എക്സാമിനൊക്കെ ഇക്വേഷൻ വെച്ച് എഴുതുക. ഇല്ലെങ്കിൽ ലോജിക്ക് ആലോചിച്ചാലും മതി. എറർ എന്താണ്? സോ ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് എന്താണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് C is equal to റിസീവ്ഡ് കോഡ് വേർഡ് പ്ലസ് എന്ന് വെച്ചാൽ മോഡുലോ അഡീഷൻ പ്ലസ് E ചെയ്താൽ ഇത് തന്നെ കിട്ടും. ദിസ് പ്ലസ് ദിസ് ഗീവ്സ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ ആലോചിക്കുക. നാലാമത്തെ ബിറ്റിനാണ് എറർ. നാലാമത്തെ ബിറ്റ് മാത്രം എന്ത് വന്നു അതിന്റെ ഓപ്പോസിറ്റ് എഴുതുക. ഇപ്പൊ ഇവിടെ നാലാമത്തെ ബിറ്റ് 0 വന്നോണ്ട് ഞാൻ 1 ആയിട്ട് തിരുത്തി. ഇവിടെ 1 ആയിരുന്നെങ്കിലും അത് 0 ആക്കുക. അത്രയാണ്. സോ ദിസ് ഇസ് ദി മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സിൻഡ്രോം ആസ് വെൽ ആസ് കറക്റ്റിംഗ് എറർ. എറർ കറക്ഷൻ യൂസിങ് സിൻഡ്രോം എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഇതില് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.